ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫൈൻ ഡോഗ്സിൻ്റെ മറ്റൊരു കിടക്കാച്ചി വീട്ടിലേക്ക് എല്ലാ ചങ്ങമച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, പെരുന്നാളായിരുന്നു. നമുക്ക് ഒരു ദിവസം മാത്രമല്ല, 7 ദിവസവും പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ പെരുന്നാൾ പറയാൻ പറ്റില്ല. ഇന്നലെ ഓരോ സ്ഥലത്ത് കറങ്ങാനൊക്കെ പോയിരുന്നു, അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. എല്ലാം ക്ഷമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്തേക്ക് പറയാനുള്ളത്, അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അൺസബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് തന്നെ തിരിച്ച് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാ ചേർത്താ? കടുവും ഉലുവയും പിന്നെ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചതും മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പാപ്പ ഇന്ന് ഓഫാണ്. ഇന്ന് ഓട്ടോ ഒന്നും ഓടാൻ പോയില്ല. ഇന്ന് അധികം ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയില്ല. പെരുന്നാളൊക്കെ അല്ലേ, ആൾക്കാർ അവിടെ പുറത്തിറങ്ങാൻ, ആൾക്കാർ ഓരോരുത്തരൊക്കെ ഉള്ള വീട്ടിൽ കറങ്ങാൻ പോയി കാണും. ഉമ്മ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ആ ഉള്ളിയും അതിൻ്റെ പച്ചമണം മാറുന്ന നല്ലോണം ഇളക്കി കൊടുക്കാം. ഗായ്സ്, നമ്മൾ ബിരിയാണിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഇഡ്ഡലിക്കുട്ടത്തിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇഡ്ഡലിക്കുട്ടത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ ഗായ്സ്, ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ സക്കാത്ത് ഇറച്ചിയാണ്, പോത്താണ്. സൂപ്പർ പോത്തും കുട്ടി, ഫ്രഷ് പോത്തും കുട്ടിയാണ്. ഇപ്പോൾ അങ്ങോട്ട് വെട്ടി, ഇപ്പോൾ അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ബുള്ളറ്റിൽ പോയി മേടിച്ചിട്ട് തന്നെയാണ്. ഇത് നമുക്ക് നാളെ കറി ചെയ്യാം. ഗായ്സ്, നമ്മൾ ചിക്കൻ അല്ല ബീഫാണ് കേട്ടോ. സോറി ഗായ്സ്, ബീഫും ഉള്ളിയും കൊച്ചുള്ളിയും കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. ബീഫ് ഫ്രൈ ചെയ്യാനല്ലേ, നമുക്ക് പിന്നെ ദിവസം എടുക്കാം. ഗായ്സ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിടണം കേട്ടോ. ഗായ്സ്, തേങ്ങാക്കൊത്ത് പിന്നെ തേങ്ങാക്കൊത്തുള്ളൂ, അതാണ് സ്പെഷ്യല്. തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്, അതിലാ എടുക്കാൻ മറന്നു കേട്ടോ. ഗായ്സ്, അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും തിരിച്ച് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഗായ്സ്, എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ട് വരട്ടണം കേട്ടോ. ഗായ്സ്, ഫൈന് വട്ടായിട്ടുണ്ട് കിടന്ന് കൂവൊക്കെ. ഗായ്സ്, നമ്മൾ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ടേ. അതെ ഗായ്സ്, ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കറിയാണ് പരിപ്പ് കറി. ഗായ്സ്, നമ്മൾ മഞ്ഞപ്പൊടി എടുത്തെടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഗായ്സ്, ഗായ്സ്, നമുക്കിനി ബീഫ് തട്ടി കൊടുക്കാം. ആഹാ, ഗായ്സ്, നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർ. ഗായ്സ്, നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആഹാ, അടിപൊളി, മഴവില്ലായി. ഗായ്സ്, നമ്മൾ എന്നിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കേട്ടോ. ഗായ്സ്, ഗരം മസാല ഇടാൻ പോവാണ്. ഗരം മസാല ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ. കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.